സിനിമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലെയായിരുന്നു. അതായിരിക്കണം പിന്നീട് സിനിമയിലേക്ക് വരാൻ എനിക്കുണ്ടായ ഒരു പ്രചോദനം. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായി. നസ്രാനിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇല്ല എല്ലാവർക്കും മമ്മൂട്ടിയുടെ കോൺട്രിബ്യൂഷൻ ആണല്ലേ? അറിയാൻ എവിടെയോ സാറ് അല്ല, മമ്മൂട്ടിയുടെ കോൺട്രിബ്യൂഷൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ അല്ല അത്. വിക്രം ആദ്യം മുതലേ ജോഷിക്ക് അയാളറിയാം, സത്യരാജൻ്റെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോഷിയാണ് വിക്രത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. ഇതിൽ ദുർവത്തിൽ പിന്നെ സൈന്യത്തിൽ വന്നു, പിന്നെ കയറിപ്പോയി. സേതുരാമയ്യർ CBI, നരസിംഹ മന്നാടിയാർ, സാഗർ ഇലിയാസ് ജാക്കി, ഇത്തരം കൾട്ട് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ലെജൻഡറി റൈറ്റർ ശ്രീ SN സ്വാമിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം സാർ, സുഖമായിട്ടിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം ഈ പറഞ്ഞ പോലെ സീക്രട്ട് അല്ലേ? ഇതിന് മുമ്പേ ഇത്രയും കഥകളൊക്കെ ആലോചിക്കുന്ന ആൾ, ഇത്രയും കഥകൾ എഴുതുന്ന ആൾ, ഒരു കഥ പോലും ഒന്ന് ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല, അങ്ങനെ തോന്നി ഞാൻ ചെയ്തേനെ. കാരണം എനിക്കൊരു തടസ്സമില്ല ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയെ കുറിച്ച് ഒന്ന് ചോദിക്കാൻ ഞാൻ, അതായത് ഇപ്പം ധ്രുവം എന്ന് പറയുന്ന സിനിമ, അപ്പോൾ അന്നും ഇന്നും ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ റിപ്പീറ്റ് വാച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇപ്പം നരസിംഹ മന്നാടിയാർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കും. പക്ഷേ നായകന് തുല്യനായിട്ടുള്ളൊരു വില്ലൻ, ഹൈദർ മരക്കാർ എന്ന് പറയുന്ന വില്ലൻ, എനിക്ക് തോന്നുന്നു പൊതുവേ ഉള്ള വില്ലൻ സ്വഭാവങ്ങളെ മാറ്റിമറിച്ചൊരു കഥാപാത്രമാണ് അത്. അങ്ങനെ ആ വില്ലൻ ക്യാരക്ടർ എങ്ങനെയാണ് ഒരു റൈറ്റർ എന്ന നിലയിൽ സാർ? ശരിക്കും ആ ക്യാരക്ടർ എൻ്റെ അല്ല, AK സാജനാണ് അതിൻ്റെ ബേസിക് സ്റ്റോറിയുടെ ആള്. ഞാനും സാജനും കൂടിയാണ് അത് എഴുതിയിരിക്കുന്നത്. സാജൻ്റെ ക്യാരക്ടറാണ്. അന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ആ പേര് വിട്ടു, ഏതോ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഇതേപോലെ ഈ വികലാംഗ വർഷത്തിൽ കാല് മുറിഞ്ഞുകൊണ്ട് അയാളെ തൂക്കിക്കൊന്നില്ല, അങ്ങനെ ഒരു പ്രതി ഉണ്ടായിരുന്നു ഏതോ കേസിൽ. അതിൽ നിന്നാണ് സാജൻ ഇൻസ്പയർഡ് ആയത്. അങ്ങനെ ആ ക്യാരക്ടറാണ് നമ്മൾ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്തത്. അപ്പം ആ കഥയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, ഹൈദർ മരക്കാർ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ? തീർച്ചയായിട്ടും ഞാനും സാധനം കൂടെ തന്നെയല്ലേ എഴുതിയത്. ആണല്ലേ? പക്ഷെ അതിൻ്റെ ബാക്കി മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ, ബാക്കി കഥാപാത്രങ്ങൾ, പോലീസ്, പട്ടാളമൊക്കെ എൻ്റെ വകയാണ്. അതിൽ കാശി എന്ന് പറഞ്ഞ TG രവി ചെയ്ത ക്യാരക്ടറും ഈ ഹൈദർ മരക്കാരൊക്കെ സായൻ്റെയാണ്. അങ്ങനെയായിരുന്നു അല്ലേ? അപ്പോൾ ഈ തൂക്കിക്കൊല്ലുന്ന വിഷയമായിരുന്നു സായൻ്റെ കഥ. അപ്പോൾ സതയം എന്നുള്ള സിനിമ ഏതാണ്ട് ഇതേപോലെ ഒരു തൂക്കിക്കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അതെ. അപ്പോൾ നമ്മളത് പോരാ, ഒരു കഥയ്ക്ക് സിനിമയ്ക്ക് ആ ഒരു സബ്ജക്റ്റ് മാത്രം പോരാ എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ഓൺ ചെയ്തതാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടേഴ്സൊക്കെ അതിനകത്ത്. ഇതിൽ എനിക്കൊരു എക്സ്റ്റൻഷൻ, ആരാച്ചാരുടെ വേഷം ഒരു എക്സ്റ്റൻഷനും കൂടി വരുന്നുണ്ടല്ലോ. ആരാച്ചാരുടെ വേഷം അതിനകത്ത് ഒറിജിനലി ഉണ്ടായിരുന്നതാണ്. കാശി എന്ന് പറഞ്ഞ ക്യാരക്ടർ TG രവിചേട്ടൻ ചെയ്ത ക്യാരക്ടർ. അതെ. അപ്പോൾ ഈ ചക്കര ഉമ്മ എന്ന് പറയുന്ന സിനിമയിലാണ് 84 ഒരു എഴുത്ത് ജോലി അല്ലെങ്കിൽ സിനിമ എഴുത്തിലേക്ക് കടക്കുന്നത്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, അതിന് മുന്നേ സാറ് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മളിപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കാരണം അത് എനിക്ക് പബ്ലിക്കായിട്ട് അറിയണം നിർബന്ധമുള്ള വിഷയമൊന്നുമല്ല. അത് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു പാഷനായിരുന്നു. അത് സിനിമയായിട്ടുള്ള ഒരു ഇടവേള, അങ്ങനെ ഒത്തിരി സിനിമകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു 10ാം ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു, പിന്നെ ബോംബെയിൽ പോകുന്നു. അതിനുശേഷം പുസ്തകങ്ങളായിട്ടും സിനിമകളായിട്ടും ഒക്കെ ബുക്കുകൾ ആദ്യം മുതലേ ഞാൻ വായിക്കുമായിരുന്നു. എനിക്കുള്ള ആകപ്പാടുള്ള എൻ്റെ നോളേജ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ എഴുതാനുള്ള എന്താണ് അതിൻ്റെ ഒരു റോ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും എൻ്റെ വായനാശീലമായിരിക്കണം. ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തതും ഈ പറഞ്ഞ പോലെ വായനാശീലവും. സിനിമ നന്നേ ചെറുപ്പം മുതലേ സിനിമ ഒരുപാട് കാണുന്ന ഒരാളാണ്. ഓരോ സിനിമ 5-6 പ്രാവശ്യമൊക്കെ അന്ന് കാലത്തെ കാണുന്ന ആളാണ് ഞാൻ. ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലും അല്ലാതെ ഇഷ്ടംപോലെ സ്കൂൾ പഠിക്കുന്ന ക്ലാസ്സെല്ലാം കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകും. സിനിമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലെയായിരുന്നു അന്ന് എനിക്ക്. അതായിരിക്കണം പിന്നീട് സിനിമയിലേക്ക് വരാൻ എനിക്കുണ്ടായ ഒരു പ്രചോദനം. ഈ പറഞ്ഞ പോലെ 1987 എന്ന് പറയുന്ന വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഒരേ വർഷം 2 കൾട്ട് ക്ലാസിക്കുകൾ, CBI ഡയറക്കുറിപ്പും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സാഗര 20ാം നൂറ്റാണ്ടും ഇറങ്ങിയ വർഷമാണ്. അപ്പോൾ ഈ രണ്ട് എൻ്റെയർ, ഒരു കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ എന്ന് പറയുന്ന കഥാപാത്രം, ഒന്നൊരു CBI എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഇപ്പോൾ 2 ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ്. ഈ 2 കഥകളും എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാത്ത? രണ്ടിൻ്റെയും ബേസിൽ ഒരു ഹീറോയിസം ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. അത് സോഫ്റ്റ് ക്യാരക്ടറായ മമ്മൂട്ടിയിലായാലും അല്പം അറഗൻ്റായ മോഹൻലാലിൻ്റെ ക്യാരക്ടറായാലും അതിൻ്റെ ഒരു ഹീറോയിസം ഉണ്ട്. അതാണ് അതിനെ അട്രാക്ട് ചെയ്യാൻ കാരണം. അതെ.
അപ്പോൾ ഒന്ന് ഈ പറഞ്ഞപ്പോൾ സേതുരാമയുടെ ഹീറോയിസ് എന്ന് പറയുന്നത് ഒരു വേറെ കൈൻഡ് ഓഫ് അങ്ങനെ ഉണ്ടാവണം ഹീറോയിസം, അതാണ് അതിൻ്റെ പുതുമ. അതാ ഞാൻ ചോദിച്ചത്. ഈ നമ്മുടെ ധാരണ, നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഹീറോ ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് വിരുദ്ധമായിട്ട് എന്നാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളൊരു കഥാപാത്രത്തെ മാറ്റി ചെയ്യുമ്പോഴാണ് അതിന് പുതുമ എന്ന് പറയുന്നത്. ആ ന്യൂ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ. ഈ സേതു ഇപ്പം കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഈ സേതുരാമയ്യർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സാർ എഴുതുന്ന സമയത്ത് ഇയാളുടെ നടത്തവും ഇയാളുടെ മാനർസങ്ങളും ഇല്ല അതൊക്കെ മമ്മൂട്ടിയുടെ കോൺട്രിബ്യൂഷൻസ് ആണല്ലേ? അത് ഞാൻ എവിടെയോ സാർ അല്ല, മമ്മൂട്ടിയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റേതല്ല അത്. മമ്മൂട്ടിയായിട്ട് സ്വയം ഉണ്ടാക്കി പുള്ളി തന്നെ സ്വയം തീരുമാനിച്ച രീതികളാണ് അതെല്ലാം. ആണല്ലേ? പക്ഷേ പുള്ളി എന്നോട് ഞങ്ങളെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് പുള്ളി ചെയ്തത്. ഈ ഒരു പൂർണ്ണമായിട്ടൊരു എഴുത്തിലേക്ക് കടന്ന ഒരു ഡിസ്കഷന് ശേഷമാണോ കഥാപാത്രത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ് ഞാൻ ചോദിക്കുന്നത്? ഇല്ല, അത് ഞങ്ങൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് സീൻ ബൈ സീൻ ഡിസ്കഷനൊന്നും ഒരാളുമായിട്ട് ഒരു സിനിമയെക്കുറിച്ചും ഉണ്ടായിട്ടില്ല. ഇനി ഇടയ്ക്ക് എനിക്കൊരു ഡൗട്ട് തോന്നും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ എന്നെ വിളിച്ച് എന്തെങ്കിലും ചോദിക്കുക എവിടെ വരെ, അപ്പോൾ ആ സമയത്ത് തോന്നുന്നു ഞാൻ പറയും. അതിൽ പുള്ളിക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ സജഷൻ പറയും, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് എല്ലാ സീനും വായിച്ച് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കൂടും തേടി, ഇപ്പോൾ ചക്കരയുമ്മ എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ച് റൊമാൻറ്റിക് പശ്ചാത്തലമുള്ള ഇമോഷണൽ പശ്ചാത്തലമുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള എസ് എൻ സ്വാമി എന്ന് പറയുന്ന ലെജൻഡ് പെട്ടെന്ന് 20-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ ഒരു ട്രാക്ക് മാറ്റാണ് ഉണ്ടാവുന്നത്. അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് തെളിവും തരാനില്ല. ഇത് ഹാപ്പൻ, അത് ഞാൻ ആദ്യമേ പറഞ്ഞ് ഇറ്റ്സ് ഹാപ്പനിങ്. അതിനുശേഷമേ ഇപ്പം പിന്നെ അങ്ങനെ ഒരു നമ്മൾ ഈ ത്രില്ലർ സിനിമകൾ എന്ന് പറയുന്ന ഒരു ലൂപ്പിൽ പെട്ടു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ സാറിന്? വേറൊരു ഞാൻ പറയാം, എനിക്ക് വേണ്ടി സിനിമ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസേഴ്സും എൻ്റെ പടത്തെ അഭിനയിക്കുന്ന ഹീറോസിൻ്റെയും താല്പര്യം ഉണ്ടാവുമല്ലോ. ഇന്നതുപോലെ ഒരു സിനിമ അല്ലേ? അല്ല, അങ്ങനെയല്ല, അങ്ങനെയൊന്നും പറയില്ല ആരും. അവർക്ക് അവരുടേതായ ഒരു താല്പര്യം ഉണ്ടാകും. ഹീറോയിസം ഉണ്ടാകും, ഹീറോ ഈസം പടത്തിനകത്ത് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവണം, അല്പം ഈ ബ്രെയിനി ആയിരിക്കണം എന്നൊക്കെ അവർക്കുണ്ടല്ലോ. ഇപ്പോൾ ഈ വേറൊരു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് മൂന്നാം മുറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു കോപ്പ് അല്ലെങ്കിൽ ഒരു കമാൻഡോ, അയാളെ ഒരു പ്രത്യേക ദൗത്യത്തിന് നമ്മൾ തിരിച്ചു വിളിക്കുക, ഒരു പുതിയ ദൗത്യം അയാളെ ഏൽപ്പിക്കുക. അത് അന്നത്തെ കാലത്ത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു, അതൊരു കാണുന്ന ആൾക്ക് ഭയങ്കര പൊതുവെ. പിന്നീട് അത് ടെംപ്ലേറ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്ന സിനിമയിലും റിട്ടയർ ആയിട്ടുള്ള പോലീസുകാരൻ വരുന്നു എന്ന്. അത് റിട്ടയർഡ് അല്ലട്ടോ, അയാളൊന്ന് VRS എടുത്ത് പോയാൽ അല്ല, അയാളിപ്പോൾ നമ്മൾ റിട്ടയർമെന്റ് ഒന്നും അല്ല ഞാൻ പറയുക, ജോലിയിൽ നിന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അയാളെ ആ തിരിച്ചു കൊണ്ടുവരുന്നതിനകത്ത് ഒരു ആവശ്യം ഉണ്ടാവണ്ടേ? അതെ അതെ അതെ, ആ പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഞാൻ എൻ്റെ ചോദ്യം വെച്ചാലേ, അത് ഇപ്പോൾ സാറ് തുടങ്ങി വെച്ചു, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാറായിട്ടാണ് അത് തുടങ്ങി വെച്ചത്. പിന്നീട് ഇപ്പോൾ റീസെൻ്റ്ലി വരുന്ന ത്രില്ലർ സിനിമകൾക്കൊക്കെ അതൊരു പൊതു സ്വഭാവമായിട്ട് വരുന്നുണ്ട് ഭൂരിഭാഗം സിനിമകളിൽ. സാറിന് ഇതിൻ്റെ ഒരു ഈ ചിന്ത എങ്ങനെയാണ്? ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും ചിന്തയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഇതുണ്ടാവുന്നു എന്നാ പിന്നെ അപ്പോൾ അല്ല, ഞാൻ പറയണത് ഇതൊരു ലോക സത്യമാണ്. ചിന്തയ്ക്കൊന്നും അങ്ങനെ ബേസൊന്നുമില്ല, ആരുടെ ചിന്തയ്ക്കും. ചിന്തയുടെ തുടർച്ചയ്ക്ക് ഉണ്ടാവാൻ കാരണം, ചിന്തയുടെ ഉത്ഭവത്തിന് കാരണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ ചിന്തിച്ച് സാർ വായിച്ച പുസ്തകങ്ങളെന്നോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മോഹൻലാലിൻ്റെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും നമ്മൾ ഈ പേപ്പർ ന്യൂസൊക്കെ ഉണ്ടല്ലോ, ഈ ഇന്ന് അത്ര സജീവമല്ല, അന്നൊക്കെ ഈ ഇതേപോലെ കിഡ്നാപ്പിങ്ങും അതിനെ വെച്ച് റാൻസം ചോദിക്കലും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ ആളെ വിട്ട് കിട്ടണം, അങ്ങനെയൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്തൊക്കെ. അപ്പം അങ്ങനെയൊക്കെ സംഭവം ആയിരിക്കണം അതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടായ കാരണം. ഇപ്പോൾ ബാക്ക് ടു നമുക്ക് സീക്രട്ടിലേക്ക് വരാം. ആദ്യത്തെ സംവിധാന സംരംഭം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു യങ് ജനറേഷനിലെ രണ്ടുപേരും അപർണദാസും ധ്യാൻ ശ്രീനിവാസനാണ്. ഇപ്പോൾ ധ്യാൻ ചേട്ടനോട് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ച സമയത്ത് പറഞ്ഞത് ഇതൊരു എസ് എൻ സ്വാമിയുടെ സിനിമയിൽ ഞാൻ നായകനാവുന്നു എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി ആണെന്നാണ് പറയുന്നത്. എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്? അങ്ങനെ എനിക്കങ്ങനെ ഒരു ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സബ്ജക്റ്റിന് അവർ യോജിക്കും, അതുകൊണ്ട് അവർ വിളിച്ചു, അത്രയേ ഉള്ളൂ. അതാണ് സത്യം. ഈ എന്തുകൊണ്ട് സീക്രട്ട് എന്നുള്ളത് ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ തന്നെ സാറ് പറഞ്ഞു എന്തുകൊണ്ടാണ് സീക്രട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്നുള്ളത്. ആ കഥയിൽ ഇപ്പോൾ ഞാൻ അതിൻ്റെ ടീസർ കണ്ട സമയത്ത് ഈ പറഞ്ഞ ഒരു ത്രില്ലർ തന്നെയായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നത്, ആളുകൾക്ക് ഒരു ഹിൻറ്റും കൊടുക്കുന്നില്ല. സീക്രട്ടായിട്ട് വെക്കാൻ തന്നെയാണോ? അതായത് ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരു ധാരണയുണ്ട് ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്, ഇല്ലെങ്കിൽ എന്തെങ്കിലും സസ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. അങ്ങനെയാണ് ലോകത്തിൽ ഭൂരിഭാഗവും. സീക്രട്ട് എന്നുള്ള വാക്കിന് അതുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതങ്ങനെയല്ല.
അതല്ലാതെ ഒരുപാട് സീക്രട്ട് നമുക്കുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കുണ്ടായ ഒരു കാരണം, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ മിക്കവാറും എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അത് അയാളിപ്പോൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ആരായാലും, അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റിലേഷനായിട്ടുള്ളൊരു കാര്യം സംഭവിക്കും. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ അവൻ വിളിച്ചിട്ട് കുറേ നാളായല്ലോ, പക്ഷേ എന്താ വിളിക്കാത്തെന്ന് പറയുമ്പോൾ അവൻ്റെ കോള് വരും. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അതിനെന്താ കാരണം? എന്താ കാരണം? പിടിയില്ല. ആ കാരണം അന്വേഷിച്ചതാണ് ഈ കഥ. അതിന് കാരണമുണ്ടെന്ന് വളരെ 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 കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഒരാൾ പറഞ്ഞു. അയാളുടെ പേര് കാൾ ഗുസ്താവ് ജംഗ് എന്നാണ്. ഇയാളൊരു വിശ്വപ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ്, സ്വിസ് മനഃശാസ്ത്രജ്ഞനാണ്. അയാളാണ് ആദ്യമായിട്ട് ഇങ്ങനെ മനുഷ്യന് എന്തെങ്കിലും മുൻകൂട്ടി തോന്നുക, ഇല്ലെങ്കിൽ മുൻകൂട്ടി അയാളുടെ മനസ്സിൽ ഒരു അഭിപ്രായം ഉണ്ടാകുക, എന്തെങ്കിലും ഒരു ഓർമ്മയിൽ നിന്നും അത് സംഭവിക്കാൻ എത്തുമ്പോൾ ഇയാൾക്ക് അത്ഭുതം ഉണ്ടാക്കും. നമുക്കെല്ലാവർക്കും തോന്നും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയണത്, പണ്ട് കാലം ഇവന് 100 വയസ്സ് ആയുസാണ്. ഇല്ല, എനിക്ക് കാക്ക ഇങ്ങനെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടുകാർ പറയും ആരോ വിരുന്നുകാർ വരുന്നുണ്ട്. എന്താ കാരണം? ഇത് വെറുതെ അല്ല, ഇതിനകത്തൊക്കെ ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ടെന്ന് നമുക്കറിയാമല്ലായിരിക്കാം. പക്ഷേ ഗുസ്താവ് ജംഗ് പറഞ്ഞു ദർ ഇസ് എ റീസൺ. ആ സയൻസാണ് ഈ സിനിമയുടെ ഒരു അടിസ്ഥാനം. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഇന്നില്ലെങ്കിൽ നാളെ DNA റിസർച്ച്, ഇപ്പോൾ DNA എന്ന് പറഞ്ഞാൽ നമുക്ക് 0.05% ആയിട്ടുള്ളൂ നമ്മുടെ റിസർച്ച്. അത് ഒരു കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാവും. അപ്പോൾ ഈ റിലീജിയസ് ബേസ്ഡ് ആയിട്ടോ ഇല്ലെങ്കിൽ കൺവെൻഷനായിട്ടോ പറയണ അസ്ട്രോളജി, നിമിത്തശാസ്ത്രം, കിസ്മത്ത്, വെളിപാട് എന്നൊക്കെ ഒരുപാട് റിലീജിയനിൽ പല പേരുകളിലും ഈ സാധനം വരുന്നുണ്ട്. അതിനകത്തൊക്കെ ഒരു വാസ്തവം ഉണ്ടെന്ന് ജനങ്ങൾക്ക് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാവും. ഒരു സയൻസ് DNA വരണം, DNA റിസർച്ചിന്. അപ്പോൾ ഏത് തിയറിക്കും നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് അതിനെ നമ്മൾ തെളിയിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. അത് മനസ്സിൽ തോന്നുന്ന, അങ്ങനെ മനസ്സിൽ തോന്നുന്ന സാധനം അയാൾ റിസർച്ച് ചെയ്തിട്ടാണ് അത് കറക്റ്റാണെന്ന് അയാൾ പറയാൻ കാരണം. ഇത് സാർ എങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നത് വായന തന്നെയാണോ? തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ ചോദിക്കണം, എന്താ കാരണം ഇതിന്? എന്തെങ്കിലും തോന്നാൻ എന്താ കാരണം? എനിക്ക് വിചിത്രമായ എന്തെങ്കിലും അനുഭവം നമുക്കുണ്ടായ ആ അനുഭവത്തിൻ്റെ റീസൺ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അതിനകത്ത് വിചിത്രമായിട്ടൊന്നും നമുക്ക് തോന്നില്ല, വളരെ കാഷ്വലായിരിക്കും. പക്ഷേ എന്തെങ്കിലും വളരെ വിചിത്രമായ അനുഭവങ്ങൾ ഏത് മനുഷ്യനും, അങ്ങനെ അതിന് റിലീജിയൻ ഇതായിരുന്നു ഒരു ബന്ധമില്ല, ഒരു സാധനത്തിനുമില്ല. റിലീജിയൻ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. പക്ഷേ ആൾക്കാരൊക്കെ ഇതിനെ അന്ധവിശ്വാസമാക്കി വെക്കാൻ കാരണം ഇത് അവരുടെ പ്രാക്ടിക്കൽ വിശ്വാസത്തിനും ഇത് തിയറിയുമായതുകൊണ്ട് അവർക്ക് അതിനെ യോജിപ്പിക്കാൻ പറ്റുന്നില്ല. ശരിയാ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവരതിനെ സ്യൂഡോ സയൻസ് എന്നോ ഇല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നൊക്കെ പറയാൻ കാരണം. അത് ഒരു സയൻറ്റിസ്റ്റ് അങ്ങനെ പറയുള്ളൂ, പക്ഷേ ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയില്ല. പോലീസ് ഓഫീസറിന് ഇൻവെസ്റ്റിഗേഷൻ എൻക്വയറി എന്ന് പറഞ്ഞാൽ വിശ്വാസവും അവിശ്വാസമൊക്കെ അയാൾ അന്വേഷിക്കും. അയാൾക്ക് അങ്ങനെ ലിമിറ്റേഷൻ വന്ന അയാളുടെ അന്വേഷണം പാളിപ്പോവും. സയൻറ്റിസ്റ്റിന് അയാൾ വിശ്വസിക്കുന്നൊരു തത്വമുണ്ട്, അതിനപ്പുറം പോയാൽ അയാൾ സമ്മതിക്കില്ല, കാരണം അവർ അതിൽ ഫിക്സഡ് മൈൻഡാണ്. പക്ഷേ അതേ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഇല്ലെങ്കിൽ എൻക്വയറി നടത്തുന്ന ഇല്ലെങ്കിൽ ഒരു അന്വേഷണാത്മകമായ ചിന്തയുള്ള ഒരാൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ ഫിക്സ് ചെയ്ത് നിർത്താൻ പറ്റില്ല. എല്ലാത്തിനും സയൻസിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ ലോകത്തൊന്നും കണ്ടുപിടിക്കില്ല. 1893 നിക്കോള ടെസ്ല എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ പറഞ്ഞു കോഡ്ലെസ് ഫോൺ ഉണ്ടാവുമെന്ന് അയാൾ അന്ന് പറഞ്ഞു. കോഡ്ലെസ് അന്ന് സാധാരണ ലാൻഡ് ഫോൺ കണ്ടുപിടിച്ചിട്ടില്ല. അതിന് 1921 പിന്നീട് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ് ഫോൺ കണ്ടുപിടിച്ചത്. അതായത് കോഡുള്ള ഫോൺ. അതിനും 40 കൊല്ലം മുമ്പാണ് നിക്കോളാസ് പറഞ്ഞ് കോഡ്ലെസ് ഫോൺ ഉണ്ടാവുക. അതിങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആദ്യം നമ്മൾ ഒരുപാട് പേര് അതിനെ മിസ് ചെയ്യുന്നത് ആ മനസ്സിലുണ്ടാവുന്ന തോട്ടിനെ നമ്മൾ വിശകലനം ചെയ്യാത്ത കൊണ്ടാണ്. അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത്. നമ്മൾ അംഗീകരിക്കണം, നമ്മുടെ കഴിവല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ആ പ്രകൃതി അല്ലാതെ നല്ലോണം എന്താ ഉള്ള വേറെ ലോകത്തിൽ?
എവറിഥിങ്, ആർക്കായാലും എങ്ങനെയായാലും കൊല്ലാൻ പോലും പ്രകൃതി പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഇങ്ങനെ വ്യത്യസ്തമായ സബ്ജക്റ്റിൽ ലാൻഡ് ചെയ്യാന്നുള്ളത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ CBIയുടെ കഥ പറയുക എന്ന് പറയുന്നത് അന്നൊരു പുതുമയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ VRS എടുത്തു പോയ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഒരു കോപ്പിനെ തിരിച്ചു കൊണ്ടുവന്ന് അയാളുടെ ഒരു കഥ പറയുക, അല്ലെങ്കിൽ അയാളുടെ ഒരു ഫ്ലാഷ്, ഇത് സാറിന് അങ്ങനെ പുതുമ വേണം എന്ന് അത് നമ്മൾക്ക് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ CBIയുടെ ശരിക്കും ഞാൻ എഴുതിയ ക്യാരക്ടറിന് വ്യത്യസ്തമായിട്ട് പറയാൻ മമ്മൂട്ടി തന്നെ പറഞ്ഞു, നമുക്ക് ഈ ഒരു മുസ്ലിം ക്യാരക്ടർ വേണ്ട, നമുക്കൊരു ബ്രാഹ്മിൻ ക്യാരക്ടറാക്കാം, അലി ഇമ്രാൻ ഇതിനാക്കാണ്. കാരണം അയാൾക്ക് അങ്ങനെ തോന്നി. അത് എനിക്ക് ആ തോന്നലുള്ളതുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത്. പക്ഷെ വേറെ ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു അതിനോട്. ഒരിക്കലും ഒരു പോലീസുകാരൻ ഒരു ബ്രാഹ്മിൻ ക്യാരക്ടർ നന്നാവുകയില്ല, അതിന് വല്ല തളർന്നു പോകും എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. പക്ഷേ എനിക്കും അയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആ ഫ്രഷ്നെസ് ആയിരുന്നു ആ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ ഫ്രഷ്നെസ് ഇപ്പൊ ഈ പറഞ്ഞ തന്നെയാ പറഞ്ഞ അത്. പക്ഷെ അത് നമ്മളൊരു ഫ്രഷ്നെസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനെ പറയുന്നത്, അവരുടെ പ്രതികരണം അങ്ങനെയായിരിക്കും. ടെംപ്ലേറ്റ് പോലീസ് അല്ലെ CBI എന്നുള്ള, CBI അല്ല, ഒരു ടെംപ്ലേറ്റ് പോലീസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ എപ്പോഴും മാറി ചിന്തിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ സാധനങ്ങൾ കിട്ടുള്ളൂ. ആ മാറിച്ചിന്ത സീക്രട്ടിലും ഉണ്ടെന്നാണ് സാർ പറയുന്നത്. അത് ഒരു പുതിയ അറിവാണ്. ആ അറിവിന് വേണ്ടിയാണ് ഈ സിനിമ. ഇതൊരു വെറുതെ ഒരു എൻ്റർടൈനർ മാത്രമല്ല, ഇറ്റ് ഈസ് ഹൈലി എൻ്റർടൈനർ പ്ലസ് ഇതിനകത്ത് ഈ പറഞ്ഞ എലിമെൻ്റ് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട് ഇതിനകത്ത്, വിച്ച് യു വോണ്ട് ഗെറ്റ് ഇൻ ബുക്സ്. ഈ ഇപ്പോൾ അതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് ഈ സൈന്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എയർഫോഴ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നേരത്തെ പറഞ്ഞ കൗതുകം ഇതിലും ഉണ്ട്. നമ്മൾ വ്യത്യസ്തമായ കഥകൾ പറയുക എന്ന് പറയുന്നൊരു, ഇപ്പോൾ എയർഫോഴ്സിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് വേറെ സിനിമകൾ മലയാളത്തിൽ എന്തായാലും ഇല്ലെന്നാണ് എൻ്റെ ഒരു. അതും ഈ ബേസിക്കലി അതിൻ്റെ ബേസിക് സ്റ്റോറി ഷിബു ചക്രവർത്തിയുടെ. അപ്പോൾ അവൻ്റെയാണ് ഈ എയർഫോഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് അതിനെ കറക്റ്റായിട്ട് അന്വേഷിച്ച് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി. നമുക്ക് വളരെ സപ്പോർട്ട് കിട്ടിയ വരുന്നു വലിയ. കാരണം ആ എയർഫോഴ്സിനെ കുറിച്ചിട്ട് ഒരു സിനിമ എയർഫോഴ്സുകാരന് താല്പര്യം ഉണ്ടായിരുന്നു. അത് ആർക്കും അറിയില്ലല്ലോ എയർഫോഴ്സ് എന്താണെന്നൊക്കെ. പക്ഷേ അതിൻ്റെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ സമ്മതിക്കില്ല. അല്ലാതെ അതിനകത്ത് സ്റ്റുഡൻസ് ട്രെയിനിങ്, എയർഫോഴ്സ് കാൻഡിഡേറ്റ് ട്രെയിനിങ്, ക്യാമ്പസ് ട്രെയിനിങ്, ഇതെല്ലാം അവർ സമ്മതിച്ചു. കാരണം അതെന്താണെന്ന് ജനങ്ങളെ അറിയിക്കാൻ അവർക്ക് സിനിമ പോലൊരു മാധ്യമം വേറെ ഇല്ല. ഡോക്യുമെൻ്ററി ആയാലും ഇത്രയും പോവില്ല. ഈ തിയേറ്ററിൽ വന്നിരിക്കുന്നവരെ വേറൊരു ലോകമാണ് കാണിച്ചു കൊടുക്കുന്നത്. അതെ, അത് പിന്നെ വേറെ കാര്യമുണ്ട്. അതിൻ്റെ ഒരു 90% കഴിവ് ജോഷി എന്ന് പറയുന്ന സംവിധായകൻ്റെയാണ്. അതെ, ജോഷി സാറിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളുമായിരുന്നു. ജോഷി സാറുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ വന്നവരല്ലേ. ആദ്യകാല സിനിമയിൽ രക്തം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാനും ജോഷിയും കൂടെ പരിചയപ്പെടുന്നു എടുക്കുന്നു. അന്ന് മുതലേ ഉള്ളതാണ്. ഇനി കർത്തവ്യം എന്നൊരു സിനിമ ചെയ്തു, എത്രയോ സിനിമയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുതിയ തോട്ടുകൾ, ഈ എന്താ പറയുക, ഇപ്പോൾ സാറിൻ്റെ ഏത് സിനിമ, ഇപ്പം സൈന്യം എന്ന് പറയുന്നത് എയർഫോഴ്സ് ആദ്യമായിട്ട് നമ്മൾ മലയാളി ഓഡിയൻസ് എയർഫോഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു സിനിമ കാണുന്നു. ഇപ്പോൾ CBI ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഫ്രഷ്നെസ് സിനിമകളിൽ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ സാറ് പർപ്പസ്ഫുള്ളി അങ്ങനെയൊന്നും ഇല്ല അതിന്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ പെട്ടുപോകും. ഇറ്റ്സ് എ ഹാപ്പനിങ്. ഒരു കഥ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ളൂ. അങ്ങനെ ആർക്കും അങ്ങനെയുള്ളൂ. എനിക്ക് മനസ്സിലായത് SN സ്വാമി ആരെയും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ SN സ്വാമി കൊണ്ടുവച്ച ചില സാധനങ്ങൾ ടെംപ്ലേറ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. എൻ്റേതാണെന്ന് എനിക്ക് തോന്നിയാലേ ഉള്ളൂ. അവിടെ ഞാൻ കുഴക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സൈന്യത്തിൻ്റെ കേസ് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ധ്രുവവും നമ്മൾ സംസാരിച്ചു. ധ്രുവത്തിൽ ആണ് എനിക്ക് തോന്നുന്നു വിക്രം ഒരു പ്രോമിനന്റ് ഇന്നത്തെ സൂപ്പർ താരം. വിക്രം ആദ്യം അഭിനയിച്ച എൻ്റെ സൈന്യത്തിലാണ്. അതെ, പ്രോമിനന്റ് ആയിട്ടുള്ള സൈന്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രോമിനന്റ് കുറച്ചുകൂടി ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ധ്രുവത്തിലാന്ന് തോന്നുന്നു. കുറച്ചുകൂടി ആളുകൾക്ക് ഇമോഷണലി കണക്ട് ആയിട്ടുള്ളൊരു കഥാപാത്രം. എങ്ങനെയായിരുന്നു വിക്രമുമായിട്ടുള്ളൊരു അസോസിയേഷൻ? വിക്രം ആദ്യം മുതലേ ജോഷിക്ക് അയാളറിയാം. സത്യരാജൻ്റെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് അയാൾ. അങ്ങനെ ജോഷിയാണ് വിക്രത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ധ്രുവത്തിൽ, പിന്നെ സൈന്യത്തിൽ വന്നു, പിന്നെ അയാൾ കയറിപ്പോയി. ഇപ്പോഴും വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്ട്? പിന്നെ കോണ്ടാക്ട് ഒന്നുമില്ല, കാണുമ്പോൾ വളരെ സ്നേഹവും പരിചയമൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഈ എന്താണ് സീക്രട്ടിൽ നിന്ന് ആളുകൾ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു സീക്രട്ടിൻ്റെ എല്ലാ സീക്രട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ സാറിൻ്റെ എല്ലാ സിനിമകളിലും ഉള്ളൊരു പുതുമ അത് ഞാൻ പറയാം. ആ സീക്രട്ടിൽ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ.
ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ചില കാര്യങ്ങൾ അല്പം കൂടെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാവണമെങ്കിൽ അത് കാണണം, അതിൻ്റെ ഓഡിയോ വിഷ്വൽ മീഡിയ ഉണ്ടാവണം. അതൊരു അനുഭവമായിരിക്കും, അത്രയും ഞാൻ പറയാം. ഈ 20-ാം നൂറ്റാണ്ട് തിയേറ്ററിൽ റിലീസായ സമയത്ത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നായകനൊരു തീം മ്യൂസിക് എന്ന് പറയുന്നത് അതുവരെ ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു. അതുപോലെ നായകൻ വരുന്നു, അയാളെ ഒരു തീം മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ ഇപ്പോൾ നമ്മൾ ഷെർലക് ഹോംസിലൊക്കെ കണ്ടിട്ടുണ്ട് മുമ്പ്. മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവ് പരിമിതമായിരിക്കും ചിലപ്പോൾ. മലയാളത്തിൽ അതൊരു ഫ്രഷ് ഇല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്നു. ഇയാളുടെ തന്നെ രാജാവിൻ്റെ മകൻ ഡിനിസ് ജോസഫ് എഴുതിയത്. രാജാവിൻ്റെ മകൻ. പിന്നെ അത് ഇതുപോലെ നെഗറ്റീവ് ക്യാരക്ടർ അല്ലായിരുന്നു. ഇപ്പം ഈ തീം മ്യൂസിക് ഞാൻ പറയണ ഇപ്പോൾ തീം മ്യൂസിക് അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഏത് പടത്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. 20-ാം നൂറ്റാണ്ടിന് മുമ്പ് എനിക്ക് തോന്നുന്നു രാജാവിൻ്റെ മകനും തീം മ്യൂസിക് ഉണ്ടായിരുന്നു. ഇത്രയും ക്യാച്ചി ആയിട്ടുള്ള തീം മ്യൂസിക് എനിക്ക് ഇല്ല, ഇത് ക്യാച്ചിങ് ആയിരുന്നു, ഭയങ്കര ക്യാച്ചിങ് ആയിരുന്നു. ഇപ്പോഴും ആളുകൾ അത് ശ്യാംജിയുടെ കഴിവാണ്. മ്യൂസിക് ഡയറക്ടർ ശ്യാംജിയുടെ നമ്മൾ ഒരു തീം മ്യൂസിക് വേണം, ആ തീം മ്യൂസിക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആളുകൾ ഓർക്കണം, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമായിരുന്നു ഉള്ള റെഫറൻസ് അല്ലേ? അപ്പോൾ അത് അതിനെ ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ CBI തീം മ്യൂസിക് ഉണ്ടായിരുന്നല്ലോ. CBI തീം മ്യൂസിക് ആ നടത്തമൊക്കെ ആ നടത്തത്തിന് ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട് ഇദ്ദേഹം ആരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ മാത്രം കോൺട്രിബ്യൂഷനാണ്. പിന്നിൽ കൈയ്യട്ടി അത് അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നാ. എന്താണ് സാർ ഇനി അടുത്ത ഇപ്പോൾ സീക്രട്ട് ഓൾമോസ്റ്റ് നമ്മൾ എഴുത്തിലേക്കൊക്കെ അടുത്ത ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാര്യങ്ങൾ എപ്പോഴും തോന്നണം. ഒരു സിനിമ എഴുതി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ അങ്ങ് ഇറക്കി വിടും, പിന്നെ അത് കഴിഞ്ഞു. ഇനി റിപ്പീറ്റേഷൻ ഇല്ല എൻ്റെ സിനിമയിൽ, എക്സെപ്റ്റ് എന്തെങ്കിലും വളരെ എക്സ്ട്രാ ഓർഡിനറി സബ്ജക്റ്റ് കിട്ടുകയാണെങ്കിൽ CBI ഒഴിച്ച് വേറെ ഒന്നും റിപ്പീറ്റേഷൻ ചെയ്യില്ല. ഈ CBI സീരീസിലെ സാറിനെ പുഷ് ചെയ്യിപ്പിച്ച ഏതെങ്കിലും സെഗ്മെന്റ് ഉണ്ടോ? അപ്പോൾ നമ്മൾ 5 ഭാഗങ്ങൾ വന്നു എന്ന് പറയുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞു എല്ലാം, ഞാൻ പറഞ്ഞു എല്ലാത്തിനും അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എല്ലാത്തിനും ഒരു ഏതെങ്കിലും, അത് എനിക്ക് പോലും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വായിച്ചു പോയ ഇൻസിഡൻറ്റോ കേട്ട ഇൻസിഡൻറ്റോ ഒക്കെ ഉണ്ടാവാം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ പോളക്കുളം കേസിൻ്റെ ഒരു ഇൻസ്പിറേഷനായിരുന്നു ആദ്യത്തെ സിനിമ. അതുപോലെ വേറൊരു സിനിമാ നടിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഡൽഹിയിൽ ഇവിടെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റേജിലൊരു ഇഷ്യൂ ഉണ്ടായി. അന്ന് ഹിന്ദി ആരായിരുന്നു. അപ്പം അതിന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാണ് ജാഗ്രത എന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ CBI 5 വരുന്നു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴായിട്ട് അല്ലെ ഇപ്പോൾ അടുത്ത സീരീസ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്തകൾ വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാർത്തകൾ? അല്ല, ഇപ്പോൾ സാറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരെങ്കിലും വരുന്നവരെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നില്ല, എനിക്ക് തോന്നണം. ഒരു നമ്മുടെ മനസ്സിലൊരു തോട്ട് വരണം, അതിനെ ഡെവലപ്പ്, അല്ലെങ്കിൽ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് അല്ലേ? എനിക്കങ്ങനെയാണ്. എല്ലാവരുടെ കാര്യം ഞാൻ പറയില്ല, എനിക്കത് എൻ്റെ മനസ്സിലൊരു ഫയർ ഉണ്ടാവണം. ആ ഫയർ ഉണ്ടായാൽ മാത്രമേ കത്തുള്ളൂ, ഇല്ലെങ്കിൽ കത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ സീക്രട്ട് ആദ്യ സംവിധാന സംരംഭം ഉടനെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ സീക്രട്ട് ഒരു വലിയ വിജയമാവട്ടെ. ഇപ്പോൾ സാറിൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്ന ആ പുതുമ ഈ സിനിമയിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഭയങ്കരമായിട്ട് പേഴ്സണലി ചെറിഷ് ചെയ്യുന്ന മൊമെൻ്റ് ആയിരിക്കും. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.